എറണാകുളം ജില്ലയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ജില്ലാ പഞ്ചായത്ത് കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പരാതിയുമായി എ ഗ്രൂപ്പ്. ഡിസിസി പ്രസിഡന്റ് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്നാണ് പരാതി. പട്ടികയിലുള്ള അർഹരെ പരിഗണിക്കാതെ മുഹമ്മദ് ഷിയാസ് സ്വന്തം താൽപര്യത്തിന് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം. അലി അക്ബർ ഷാ വിവരങ്ങൾ നൽകും. അലി, ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്? മുഹമ്മദ് ഷിയാസിനെതിരെ എന്താണ് ഇപ്പോൾ ആ പ്രതികരണം ആദ്യം കണ്ട ശേഷം അലി അക്ബർ ഷായിലേക്ക്. ഞങ്ങൾ 3, 4, 5 പേര്, എന്നേക്കാൾ സീനിയറായ തോപ്പിൽ അബു അടക്കം ഞങ്ങൾ 4-5 പേര് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുത്തി ഒന്ന് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അതിനൊരു തീരുമാനമെടുക്കുകയോ ചെയ്തില്ല. ഏകപക്ഷീയമായി ഈ ഡിവിഷനിലില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക, അത് മാനസികമായി ഞങ്ങളെ ചൊല്ലിച്ചു. കാരണം ഞാൻ എന്നും കോൺഗ്രസ്സുകാരനെ, ഇനിയും കോൺഗ്രസ്സുകാരനെ, കോൺഗ്രസ് കിട്ടുന്ന തീരുമാനത്തോടെ 100% യോജിക്കും. പക്ഷേ അതൊക്കെ ഒരു ചർച്ചയിലൂടെ, ജനാധിപത്യ രീതിയിലുള്ള ഒരു പാർട്ടി എന്നത് ഒരു ചർച്ചയിലൂടെയാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും ഏകപക്ഷീയമായി തീരുമാനിച്ച കോർ കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും ചെയ്ത് തെറ്റാണ് എന്നുള്ളത് സത്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഞങ്ങളെക്കാൾ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ എന്താണ് ഇപ്പോൾ കൊടുത്ത സ്ഥാനാർത്ഥിക്ക് ഒരു വ്യത്യസ്തതയുണ്ട്. എന്തുകൊണ്ട് ഈ ഡിവിഷൻ വിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കും, എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ് കൊടുത്തത്, അത് ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഈ ജില്ലാ നേതൃത്വത്തിനും കോർ കമ്മിറ്റിക്കുണ്ട്. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം മോഹിച്ച എ ഗ്രൂപ്പ് നേതാവിന്റെ പ്രതികരണമാണോ കണ്ടത്? സ്മൃതി, എറണാകുളം ജില്ലയിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ ഈ കീഴ്മാട് ഡിവിഷൻ എന്ന് പറയുന്നത് കാലങ്ങളായി എ ഗ്രൂപ്പ് കൈവശം വെച്ചിരിക്കുന്ന, എ ഗ്രൂപ്പ് മത്സരിക്കുന്ന ഡിവിഷനാണ്. അവിടെ ഒരു തരത്തിലുള്ള ചർച്ചകളും കോർ കമ്മിറ്റിയിൽ നടത്താതെ ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്വന്തം താൽപര്യത്തിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നതാണ് ഇപ്പോൾ എ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആലുവ നിയോജക മണ്ഡലത്തിലെ കീഴ്മാടും അതുപോലെ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ വാഴക്കുളവും ചേർന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് ഈ പറയുന്ന കീഴ്മാട്. ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായും സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ പ്രതികരണം കണ്ട അബ്ദുൽ ജബ്ബാറാണ്. അബ്ദുൽ ജബ്ബാർ മുൻ മന്ത്രിയും അതുപോലെ മുതിർന്ന നേതാവുമായ TH മുസ്തഫയുടെ സഹോദരനും അതുപോലെ DCC ജനറൽ സെക്രട്ടറിയും എല്ലാം സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഏറ്റവും പ്രധാനമായും ഉയർന്നു കേട്ടത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഷമീർ തുകലൻ, മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അബു, ഈ 3 പേരുകൾക്കായിരുന്നു പ്രയോറിറ്റി. എന്നാൽ ഈ പറഞ്ഞിരുന്ന ഒരു പേരുകളും പരിഗണിക്കാതെ പട്ടികയിലേ ഇല്ലായിരുന്ന ഒരു വ്യക്തിയെ, അതായത് PA മുക്താറിനെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്വന്തം താല്പര്യത്തിന് ഈ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി. ഒരു തരത്തിലുള്ള ചർച്ചകളും കോർ കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നും അബ്ദുൽ ജബ്ബാർ ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പ് അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നു. എന്തായാലും മുതിർന്ന നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എ ഗ്രൂപ്പ് പരാതി നൽകിയിരിക്കുന്നു. ദീപാദാസ് മുൻഷിക്ക് ഉടൻ തന്നെ പരാതി നൽകാൻ പോകുന്നു. മറ്റ് പല സീറ്റുകളുമായി ബന്ധപ്പെട്ടും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ വ്യാപകമായ പരാതികൾ കോൺഗ്രസിനകത്ത് ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ സീറ്റിന് പുറമെ മറ്റ് പല സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ച നടത്താതെ DCC പ്രസിഡന്റ് തീരുമാനം കൈക്കൊണ്ടു എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൽ വിവിധ ആളുകൾ വിമതരായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ മഹിളകളുടെ സംഘടനയുടെ ഉൾപ്പെടെ അതുപോലെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെ വിമത സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു വിമത ഭീതിയിലേക്ക് എറണാകുളത്തെ കോൺഗ്രസ് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്നലെയാണ് കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പൊട്ടിത്തെറിയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.